ലീഡറുടെ മകൾക്ക് പിന്നാലെ താമരക്കൂടണയാൻ മനസ്സൊരുക്കുകയാണ് ഒരുപിടി കോൺഗ്രസ് നേതാക്കൾ. ആന്റണിയുടെയും കരുണാകരൻ്റെയും മക്കൾ പോയ സ്ഥിതിക്ക് ഇനി ആർക്കും പോകാമല്ലോ എന്ന ചിന്ത മുതിർന്ന നേതാക്കൾക്കിടയിൽ പടരുന്നുണ്ട്. സർവക്കറുടെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിയിച്ച് വണങ്ങിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ, ശാഖയ്ക്ക് കാവൽ നിന്ന ഐ വിൽ ഗോ പറഞ്ഞ KPCC പ്രസിഡന്റ് കെ സുധാകരനോ സംഘപരിവാർ പാളയത്തിൽ എത്തിയാൽ പോലും അത്ഭുതമില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ, VS ശിവകുമാർ തുടങ്ങി ഡസൻ കണക്കിന് നേതാക്കൾ BJPയുടെ പട്ടികയിലുണ്ട്. ED പേടിച്ചാണ് പത്മജ പോയതെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയോട് അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയവരുമായെല്ലാം നേരത്തെ ചർച്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ മറുപടി. തിരിച്ചൊന്ന് വാ തുറക്കാൻ ബിന്ദു കൃഷ്ണയ്ക്കായില്ല. ഇനിയും പലരും വരാൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സുരേന്ദ്രനും വരും ദിവസങ്ങളിൽ പലരും വരുമെന്ന് ജാവദേക്കറും പറഞ്ഞതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. പത്മജ ചതിച്ചുവെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ പത്മജ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നുവെന്ന വാർത്ത വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികരിക്കാൻ സുധാകരനും സതീശനും തയ്യാറായില്ല. മുരളീജി എന്ന് വിളിക്കേണ്ടി വരുമെന്നതിനാൽ മറുപടി പറയാനില്ലെന്നാണ് ശോഭാ സുരേന്ദ്രൻ കെ മുരളീധരന് മറുപടി നൽകിയത്. ഉരുളയ്ക്കുപ്പേരി പോലെ പറയാൻ നാവുള്ള മുരളി ഇതിനോട് പ്രതികരിച്ചില്ല. BJPയിലേക്കുള്ള ഒഴുക്കിനെ നെഞ്ചിൽ തൊട്ട് എതിർക്കാൻ ധൈര്യമുള്ള നേതാക്കൾ കോൺഗ്രസിൽ കുറഞ്ഞു വരികയാണെന്നാണ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്. കരുണാകരൻ്റെ സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ BJP നേതാവിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടും മൃദു ഹിന്ദുത്വ നിലപാടുമാണ് BJPയിൽ ചേക്കേറാൻ പല നേതാക്കളെയും പ്രവർത്തകരെയും പ്രേരിപ്പിക്കുന്നത്. AK ആൻ്റണിയുടെ മകൻ BJPയിൽ ചേർന്നപ്പോൾ നിസാരവൽക്കരിച്ചത് ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടിയെന്ന വിമർശനവുമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ BJPയിൽ എത്തിക്കാനുള്ള ഓപ്പറേഷൻ ഡൽഹി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നീക്കങ്ങൾ അധികമാരും അറിയില്ല. BJPക്കാർ പോലും അറിയില്ല, പിന്നെയല്ലേ കോൺഗ്രസ്സുകാർ. പലരുടെയും വരവ് സുരേന്ദ്രനും മുരളീധരനും അറിയുന്നത് പോലും മാധ്യമ വാർത്തകളിലൂടെയാണ്. കണ്ണൂരിലെ കോൺഗ്രസ് നേതാവും ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയുമായ C രഘുനാഥിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ചർച്ചയ്ക്ക് സന്നദ്ധരായ എറണാകുളത്തെ വനിതാ നേതാവ്, കൊല്ലത്തെ അഭിഭാഷക നേതാവ്, തിരുവനന്തപുരത്തെ സുധാകരൻ അനുയായികളായ ചില യുവ നേതാക്കൾ എന്നിവരിൽ ചിലരും ഇതിനകം BJPയിൽ ചേർന്നു. അതൊന്നും വലിയ വാർത്തയായില്ല. തിരുവനന്തപുരത്തെ മുൻ മന്ത്രിയെയും ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുന്നു. ചർച്ചകൾ നടന്നു വരികയാണ്. പുറകാലെ ആ വാർത്തയും കേൾക്കാം. പത്മജയുമായി ഏറ്റവും അടുപ്പമുള്ള നേതാവാണത്. സുധാകരനും സതീശനും അകറ്റിയ ഒട്ടേറെ നേതാക്കൾ ഇപ്പോൾ പെരുവഴിയിലാണ്. നേരത്തെ BJPയിലെത്തിയ പല നേതാക്കളും ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. പത്മജ പോകുമെന്നറിഞ്ഞിട്ടും വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ സതീശൻ തയ്യാറായില്ല. അസംതൃപ്തരെ ഒപ്പം നിർത്താൻ നടപടിയൊന്നും എടുക്കാതെ കോൺഗ്രസ് നേതാക്കൾ BJPക്ക് സൗകര്യമൊരുക്കുകയാണ്.